Okay, good morning to all. Good morning. Good morning, ma'am. Good morning, ma'am. Morning. Good morning. Okay. Start ചെയ്യാം നമുക്ക്. Good morning. Start Good ചെയ്തോളൂ morning. കേട്ടോ. Good morning, all. Morning prayer. Dear Lord, thank you for waking me up today. As the sun rises, I lift my heart to you, the Creator of all things. Fill me with your peace and guide my steps. Help me to see your blessings in every moment and share your love with those around me. Bless our ma'am and all my dear friends. Today, I trust you to lead the way. In Jesus' name, Amen. Thought of the day. An umbrella can't stop the rain, but it can help you stay dry in the rain. Self-confidence doesn't guarantee success, but it will give you the strength to face anything. ഒരു കുടയ്ക്ക് മഴയെ തടയാൻ കഴിയില്ല, എന്നാൽ മഴയത്ത് നനയാതെ നിൽക്കാൻ സഹായിക്കും. ആത്മവിശ്വാസം വിജയം നേടിത്തരില്ല, എന്നാൽ എന്തും നേരിടാനുള്ള ശക്തി തരും. താങ്ക് യു, മാം. Good morning, ma'am. Good morning, all friends. ഇന്നത്തെ ക്ലാസ്സിൽ മാമിനും ബാക്കി ക്ലാസ്സുകളിലെ എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്ലാസ് റൂമിലേക്ക്. Okay. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖമായോ? Sukham, ma'am. സുഖാണ്. Okay. കാലാവസ്ഥയിലെ ചെറിയ പ്രശ്നങ്ങളുണ്ട് മാം. എല്ലാവർക്കും ഉണ്ടെന്നേ. ക്ലൈമറ്റ് ഒക്കെ പിടിക്കണ്ടേ? അല്ലേ? പക്ഷേ നിനക്ക് ഇഷ്ടമാണോ ഡിസംബർ മന്ത്? ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. ക്ലൈമറ്റ് പിടിച്ചില്ലെങ്കിലും അസുഖം വന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പൊ കുറച്ച് ഇമ്മ്യൂണിറ്റി കൂട്ടിയാൽ മതിയേ. നമുക്ക് പ്രതിരോധം കുറയുമ്പോഴാണ് ഓരോ അസുഖങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഹെൽത്ത് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഞാനില്ലേ മിസ് നമ്മൾ പൊതുവെ 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ എന്നെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അതായത് ഓരോ സീസണിലും കിട്ടുന്ന ഫ്രൂട്ട്സ് ഏതാണ് അത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ, അതായത് നമുക്ക് ചെറിയ റേറ്റിനല്ലേ അപ്പൊ കിട്ടും ആ സീസണിലെ ഫ്രൂട്ട്സ്, അത് എത്ര നമുക്ക് കിട്ടും അത്രയും നമ്മൾ കഴിക്കണം എന്ന്. പണ്ട് സീസൺ ഫ്രൂട്ട്സ് കിട്ടുമായിരുന്നു. ഇപ്പൊ സീസൺ വേണ്ട, എല്ലാ ഫ്രൂട്ട്സ് ഇപ്പൊ അവൈലബിൾ ആണ്. പക്ഷെ നമുക്കറിയാലോ സീസണിൽ വരുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാ നമുക്ക് അറിയാലോ. പക്ഷെ മാക്സിമം കഴിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ ആരോഗ്യം ശ്രദ്ധിക്കാം കേട്ടോ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ശ്രദ്ധിക്കാൻ അറിയില്ലല്ലോ അല്ലെ. ഞാൻ അങ്ങനത്തെ കാറ്റഗറി പെടുന്നല്ല കേട്ടോ. വേറെ കഴിക്കാനെല്ലാം ഇഷ്ടാ, പക്ഷെ അതിനനുസരിച്ച് വണ്ണം കൂടി കൂടി വരിക. എന്ത് ചെയ്യാൻ, ഇപ്പൊ പണ്ട് കഴിക്കാനൊന്നും ഇല്ല, പക്ഷേ അന്നേരം കഴിക്കാൻ ഇഷ്ടം. ഇപ്പൊ കഴിക്കാൻ ഉണ്ടായി വെക്കുമ്പം കഴിക്കാൻ പറ്റുന്നില്ല, വണ്ണം കൂടുന്ന മേടിച്ചിട്ട്. ഡയറ്റ് എടുക്കൂ, നല്ല നല്ല ഫുഡ്സ് കഴിച്ച് ഡയറ്റ് എടുക്കാം. ഓക്കെ, വണ്ണം കുറയ്ക്കാൻ പറയും എല്ലാവർക്കും ഭയങ്കര മടിയാ. ഇന്ന് പ്രത്യേകിച്ച് നമ്മള് വേർബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. 5 ക്വസ്റ്റ്യൻ ഉള്ളൂ മിസ്, അതുകൊണ്ട് ഈസി ആയിരുന്നു. അപ്പോ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇന്ന് കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ഞാൻ തരുന്നത് കേട്ടോ. അതിൽ കുറച്ച് നമുക്ക് സംസാരിക്കാം. പറഞ്ഞ ടോപ്പിക് ആണെങ്കിലും കുറച്ച് വേണ്ട ടോപ്പിക്കും കൂടിയാണല്ലോ അല്ലെ. ആദ്യം സംസാരിച്ചാലോ? അതിനുശേഷം നമുക്ക് വന്നാൽ മതിയോ? സമാധാനം. വേണ്ട മിസ്, ആദ്യം വർക്ക് എടുത്തോ എന്നിട്ട് സംസാരിക്കാം. ഇൻട്രസ്റ്റ് ആയല്ലോ അവർക്ക്. ഞങ്ങക്ക് പഠിക്കാൻ ഭയങ്കര ത്വരയാ. എങ്ങനെയെങ്കിലും പഠിച്ചൊരു ടീച്ചർ ആയാൽ മതി മിസ്. ഇതൊക്കെ ആദ്യമേ നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ എവിടെ എത്തിയാനല്ലേ. എല്ലാത്തിനും അതിന്റെ സമയമുണ്ടെന്നേ അല്ലെ. നമ്മള് പറയുന്ന പോലെയാണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന പോലെ ഒന്നല്ല സംഭവിക്കുന്നത്. പ്രൊഡക്റ്റബിൾ ആണ് എല്ലാ കാര്യങ്ങളും.
അതുകൊണ്ട് ഓരോ നിമിഷവും സന്തോഷമായിട്ട് ജീവിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഞാൻ സംസാരിച്ചാൽ നിങ്ങൾ സംസാരിച്ചു പോകട്ടോ, അതുകൊണ്ടാണ്. ഒരു കാര്യം പറയട്ടെ, ഞാൻ ആ ടോപ്പിക് എടുത്തിട്ട് തന്നെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ബോറടിക്കോ? നമുക്ക് സംസാരിക്കുമ്പോ ബോറിംഗ് ആയിരിക്കോ? ഇല്ല മിസ്സേ, പറഞ്ഞോ. ഓക്കെ, ഷുവർ ആണല്ലോ. ഓക്കെ, നിങ്ങക്ക് എപ്പോഴെങ്കിലും ബോഡി ഷേമിങ് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എന്താ മിസ്സേ? ബോഡി ഷേമിങ് വണ്ണം വെച്ചു എന്ന്, അല്ലെങ്കിൽ ഹെൽത്ത് ഓക്കെ അല്ല, മീൻസ് ഞാൻ പണ്ടിരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഭംഗി കുറഞ്ഞു പോകും മിസ്സേ. മെലിഞ്ഞിരുന്നാലല്ലേ നല്ല ഭംഗിയുണ്ടാവും. എപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്. ബോഡി ഷേമിങ് ഭയങ്കര ഇൻസൾട്ട് ആണ്. വണ്ണം വെച്ചാ പറയും വണ്ണം കൂടുതലാന്ന്, മെലിഞ്ഞാ പറയും എന്തോ അസുഖം ഉണ്ടെന്ന്. അതെ, നാട്ടുകാരെ പിന്നെ നോക്കിയിട്ടേ കാര്യം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് സ്വയം എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഡയറ്റ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യും, ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് കുറയ്ക്കും, എനിക്കിങ്ങനെ തോന്നുന്നു. എനിക്കിപ്പോ അങ്ങനെ തോന്നാറുണ്ട്, പക്ഷെ ഞാൻ ഫുഡ് കഴിക്കാറില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ശരീരം ഇങ്ങനെ നീര് വരും. അതായത് ഇപ്പൊ നമ്മൾ രാവിലെ ഇട്ട ഡ്രസ്സുകൾ ഉച്ചയാകുമ്പോഴേക്കും അത് ഇറുകും. അപ്പൊ എന്താണെന്നറിയില്ല. ഞാൻ ഇപ്പൊ ഇന്നലെയാണ് ആദ്യമായിട്ട് തൈറോയ്ഡ് പോയി ടെസ്റ്റ് ചെയ്തത്. അപ്പൊ ഹൈപ്പോ തൈറോയിഡിന്റെ സിംറ്റം കാണിക്കണം. ഞാൻ പറയാൻ വരായിരുന്നു, പെട്ടെന്ന് തന്നെ അത് ട്രീറ്റ് ചെയ്യും കേട്ടോ, വെച്ചോണ്ടിരിക്കരുത്. ഓക്കെ, നമ്മളെ പെണ്ണുങ്ങൾ പൊതുവെ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ്. തൈറോയ്ഡ് ആണെങ്കിലും എല്ലാം നമുക്ക് ഒരു 30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാ പറയുന്നത്. നമ്മൾ ആരോഗ്യം ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം ഒരു 30 വയസ്സ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇപ്പൊ ബോഡിയിലുള്ള എന്തെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമാണ് ഈ 30 എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ വൈറ്റമിൻസ് ആണെങ്കിലും നമ്മുടെ സപ്ലിമെന്റ്സ് ആണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കുക, എടുക്കാൻ നോക്കാം. നമ്മുടെ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വണ്ണം വെക്കുന്നു എന്നത് കാണുമ്പോ എന്താ ചെയ്യേണ്ടത്? ഒന്ന് കൺട്രോൾ ചെയ്യുക. നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡ്സ് എങ്ങനെയാണ്, എല്ലാം നമുക്കറിയാം അല്ലെ. കഴിക്കാൻ പാടില്ലാത്തതും എന്താണെന്നും നല്ല ഏതാണ് നല്ലതെന്നും എല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യുക. പിന്നീട് അത് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാകൂ എന്നാ ഞാൻ പറഞ്ഞു വരുന്നേ. അതാ എനിക്ക് സംശയം തോന്നുന്നു. കുറെ ആയി. കാരണം ഞാൻ ഫുഡ് എന്റെ ചെറിയ കുട്ടി കഴിക്കണ അത്രയും കൂടി ഞാൻ എടുക്കാറില്ല. ഒരു കയ്യിലെ ചോറ് എടുക്കും. അത് എനിക്ക് കഴിക്കാൻ പറ്റില്ല. എനിക്ക് ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് വയറ് വന്ന് വീർക്കും. കുറെ ആയി ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കണം ഇങ്ങനെ എന്തോ. പിന്നെ നെഞ്ഞ് വേദനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച ബ്രസ്റ്റിന്റെ അവിടെയുള്ള വേദന. പിന്നെ നോക്കുമ്പോ അല്ല, നമുക്ക് തോന്നുന്നു നെഞ്ഞിന്റെ അവിടെ തന്നെ വേദന. ശരിയല്ല തോന്നിയപ്പോ ഇന്നലെ ഞാൻ എന്തായാലും വേണ്ടില്ല വിചാരിച്ചിട്ട് പോയി ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഹൈപ്പോ തൈറോയിഡിസം കൂടുതലാണെന്നാണ് പറയുന്നത്. ഡോക്ടറിനെ എന്തായാലും കാണിക്കണം എന്ന് പറയുന്നു. അവിടെ യോഗ ചെയ്താൽ ഒരുവിധ അസുഖങ്ങളെല്ലാം മാറും. തൈറോയിഡ് മാത്രമല്ല, പല പ്രശ്നങ്ങളുമായിട്ട് മാറി എനിക്ക്. ഞാന് ഗ്യാസ്ട്രോളജിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഗൈനിക്കിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ ശ്വാസമുട്ടലിന്റെ പ്രശ്നത്തിന് ഡോക്ടറിനെ എല്ലാവരെയും കാണിക്കണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവം എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ചിലപ്പോ ഇതായിരിക്കാം പ്രശ്നങ്ങൾക്ക് കാരണം തോന്നുന്നു. എന്റെ ഉമ്മ കാണിക്കാത്ത ഡോക്ടർ ഇല്ല ഈ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ട്. മുട്ടുവേദന, നടുവേദന, ഇത് ഈ പറഞ്ഞ പോലെ തൈറോയിഡ്, അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങളുണ്ട്. അതെല്ലാം ഇപ്പൊ യോഗ ഇപ്പൊ 3-4 മാസം പോവാൻ തുടങ്ങിയപ്പോഴേ ഒരു അസുഖവും ഇല്ല. മാഷാഅല്ലാ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ യോഗ ചെയ്താൽ മതി എപ്പോഴും. നമ്മുടെ ഇനി ജീവിതത്തിൽ മരണം വരെ തുടർന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഈ യോഗ എന്ന് പറയും. യോഗ എക്സസൈസ് നമ്മളത് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുതൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു റുട്ടീനായിട്ട് മാറ്റണം ഈ എക്സസൈസ് എന്നുള്ളത്. പക്ഷെ ആരും ചെയ്യുന്നില്ല. പിന്നെ പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യാ. അത് ശരിയാണ്, യോഗ നല്ലതാണ്. ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിരുന്നു ഇവിടെ നമ്മളെ നാട്ടില്. അപ്പൊ ആ സമയത്ത് അവിടുന്ന് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം, യോഗ ചെയ്യായിരുന്നു. 1 മണിക്കൂർ നിങ്ങൾ ബ്യൂട്ടി ആയതുകൊണ്ട് പറഞ്ഞ് നമ്മളെ ചെയ്യിപ്പിക്കും. അപ്പൊ ആ ചെയ്യുമ്പോ എനിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. ബ്ലഡ് എല്ലാം ശരിക്കും ഓടും, കാല് വേദന, മുട്ടുവേദന ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിർത്തിയത്. അപ്പൊ ഇപ്പൊ വീണ്ടും അതേപോലെ കാലുവേദന, നടുവേദന, ഡിസ്കിന്റെ പ്രശ്നമൊക്കെ വരുന്നുണ്ട്. യോഗ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മുമ്പത്തെ അത്ര അരമണിക്കൂർ നടക്കുന്നു. മിസ് എന്താ ഒന്നും പറയാത്തെ? കേൾക്കുന്നില്ലേ മിസ്സേ?
അരമണിക്കൂർ എല്ലാ ദിവസവും നടക്കുകയാണെങ്കിലും നല്ലതാണ്. യോഗയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നടന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ പിന്നെ പറയും നടക്കും. മുട്ട് തേയ്മാനാ. അപ്പൊ അത് പ്രശ്ന. അതിലും നല്ലത് യോഗയാ. ഓക്കെ, കംഫർട്ടബിൾ എന്താണോ അത് ചെയ്യാം. യോഗ ആണെങ്കിലും ട്രെയിനിങ് കുറച്ച് നമ്മൾ പഠിക്കുക, അത് ട്രെയിൻ ചെയ്യണമല്ലോ, എന്നിട്ട് മാത്രം ചെയ്യാം കേട്ടോ. അറിയാതെ ചെയ്യരുതേ. അതെ, യോഗ ട്രെയിനിങ് എടുത്തിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ യോഗ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട് മിസ്സേ. തലശ്ശേരിയിൽ ഓരോരോ ജംഗ്ഷനിൽ ഇങ്ങനെ, അതായത് ഓരോ പഞ്ചായത്തിലും ഫ്രീ ആയിട്ട് യോഗ ക്ലാസ് ഉണ്ട്. ഫ്രീ ആയിട്ടാ ഉള്ളത്. ഫ്രീ ആയിട്ടും കൂടി ഗവൺമെന്റ് തന്നിട്ട് നമ്മൾ കഴിഞ്ഞ ഇത് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, ഇപ്പോ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാവരോടും കൂടി പറയാണ്, ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കാൻ നോക്കുക. എന്ത് ചെക്കപ്പ് ആണെങ്കിലും പെട്ടെന്നൊക്കെ ചെയ്യുക, ചെക്ക് ചെയ്യുക. എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് വൈറ്റമിൻ B3 ഒക്കെ കുറവാണെങ്കിൽ ഭയങ്കര പ്രോബ്ലം ആട്ടോ. നമ്മൾ അറിയാത്ത പല അസുഖങ്ങളല്ല, പെയിൻ ആണെങ്കിലും ബോഡി പെയിൻ ആണെങ്കിലും നമ്മുടെ മെന്റലി തന്നെ കുറച്ച് ചേഞ്ച് ആകും വൈറ്റമിൻ B3 കുറഞ്ഞാണ്. സോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ. ഓക്കെ, ഇത് ഇംഗ്ലീഷ് ക്ലാസ് തന്നെയാണല്ലോ അല്ലെ? ഞാൻ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ കുറച്ചൊക്കെ വണ്ണം വെച്ചൂലേ, പണ്ട് പറയണം. വണ്ണം വെച്ചെന്ന് പറഞ്ഞേ മിസ്? ഒരു വണ്ണവും വെച്ചിട്ടില്ല. കണക്കിന് നമ്മളിപ്പോ കണ്ട മിസ് ഓടേണ്ടി വരും. എനിക്കെല്ലാം വണ്ണം ഉണ്ടായിരുന്നു, ഞാൻ കുറച്ചതാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് വണ്ണം വെച്ചു. ഉള്ള ഡ്രസ്സൊക്കെ കുറച്ച് ടൈറ്റ് ആയി, ഡ്രസ്സ് ടൈറ്റ് ആയിട്ട് അറിയാം ഞാൻ വണ്ണം വെച്ചു. അപ്പൊ എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ടോപ്പിക് ഞാൻ ഇട്ടേ. ചുമ്മാ സംസാരിക്കണം തോന്നി, ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് മെറ്റീരിയൽ ഡൊറേഷൻ ആയിരിക്കും മിസ്, പഠിച്ചൊന്നുമല്ല. ഓക്കെ, അപ്പോ നീ എന്താ ചെയ്യണ്ടേ? വർക്ക് കംപ്ലീറ്റ് ആയി. പഠിക്കുന്നത് മിസ്, ക്ലാസ്സിൽ വായിക്കുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ കിട്ടുന്നില്ല. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞത് ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ, കേൾക്കാൻ പറ്റും. ആ ടൈപ്പ് ചെയ്യാം, ഗൂഗിൾ ട്രാൻസ്ലേഷൻ എടുക്കുക, ആ വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പറയുന്നത് കേൾക്കുക. അങ്ങനെ പഠിക്കും കേട്ടോ. അങ്ങനെയാണ് പഠിക്കേണ്ടത്. എന്താണ് ഭയങ്കര ഒറ്റപ്പാടാണല്ലോ. മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പോ അങ്ങനെ കേട്ട് പഠിക്കാം. കാരണം ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ എന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചറാണ് ശരി, സമ്മതിച്ചു. പക്ഷെ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് മിസ്റ്റേക്സ് പഠിച്ചാൽ. അതുകൊണ്ട് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുക, കേൾക്കുക, ആ കേട്ട് അതേപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ അത്രയാണ്. അപ്പൊ നമ്മുടെ 2 ചാപ്റ്റർ ആണ് അല്ലെ, 2 and 3 മോഡുകളാണ്. യൂണിറ്റ് ആണ് കംപ്ലീറ്റ് ആയത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്തോ എങ്ങനെയാണ് വിളിച്ചത്? ഇപ്പൊ എനിക്കൊന്ന് ഇന്നത് കയറാൻ പറ്റി, സമയം ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല. റെക്കോർഡിംഗ് കൂടുന്നത് കേൾക്കുന്നില്ല, റേഞ്ച് ഇല്ല. അത് അവർക്ക് റേഞ്ച് പറഞ്ഞോണ്ടാ ക്ലാസ്സിൽ കയറാൻ പറ്റാത്തത്. ഇപ്പൊ നമ്മളോട് സംസാരിക്കുമ്പോ തന്നെ റേഞ്ച് ഇല്ലല്ലോ. ഓക്കെ, സ്റ്റെഫി ഒരു കാര്യം ചെയ്യൂ കേട്ടോ. ക്ലാസ് റെക്കോർഡ് ക്ലാസ് കാണാം. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ, എന്നിട്ട് ക്ലിയർ അല്ലെങ്കിൽ സ്റ്റെഫി ആരോടെങ്കിലും പറയാ, ഇങ്ങനെ ഡൗട്ട് ഉണ്ട് മിസ്സിനോടൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം ക്ലാസ്സിൽ. ഓക്കെ, അത് റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം സ്റ്റെഫി പറയുന്ന ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ക്ലിയർ ആവുന്നില്ല. അപ്പൊ സ്റ്റെഫി ആരോടെങ്കിലും പറയുകയാണെങ്കിൽ അവര് ചോദിക്കും, സ്റ്റെഫിന്റെ ഡൗട്ട് വേറെ ആരെങ്കിലും ചോദിച്ചോളൂ. അപ്പൊ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ക്ലിയർ? അപ്പോ ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ആക്ടിവിറ്റിയിലേക്ക് പോവാം. എന്താണെന്ന് വെച്ചാല് നമ്മള് ഒരുപാട് സ്ഥലങ്ങളിൽ പോയവരുണ്ടല്ലോ അല്ലെ, ട്രാവൽ എക്സ്പീരിയൻസ് ഉള്ളവരാണല്ലോ നിങ്ങൾ എല്ലാവരും. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എന്തെങ്കിലും നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യാത്രാ വിവരണം കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മൾ എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലെ? സ്കൂളിലെ കുഞ്ഞായിരുന്നു, അപ്പൊ വലിയ കുഞ്ഞല്ല കേട്ടോ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്
യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് എഴുതും കേട്ടോ, ഇംഗ്ലീഷ് എഴുതും. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്ലേസിൽ പോയത് നിങ്ങൾ ഓർക്കുക, ഏതെങ്കിലും ആവട്ടെ, ഇമാജിൻ ചെയ്യാം, സങ്കല്പിച്ചു വേണമെങ്കിൽ സങ്കല്പിച്ച് ചെയ്യുക. ഓക്കെ, ഒരു ലൈക്ക് ട്രാവൽ സ്റ്റോറി പോലെ കുറച്ച് അത്യാവശ്യം ഒരു പാരഗ്രാഫ് ഉണ്ടാവണം, ഒരു പേജ്, നോട്ട്ബുക്കിന്റെ ഒരു പേജ് കംപ്ലീറ്റ്ലി നിങ്ങൾ എഴുതണം. ഓക്കെ, നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. എങ്ങനെ വേണമെങ്കിലും ഇമാജിൻ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തും ആകാട്ടോ, അവർക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒരു പേജ് വേണം, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു പേജ് വേണം. പൊട്ടത്തെ എഴുതുന്ന തെറ്റായിരിക്കോട്ടോ, മിസ്റ്റേക്ക് ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല, എഴുതൂ. നിങ്ങൾക്ക് തോന്നുന്ന ഇംഗ്ലീഷിൽ നിങ്ങൾ എഴുതൂ. ഓക്കെ, ക്ലിയർ? എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ വായിക്കണം മിസ് അത്? അടുത്ത ക്ലാസ്സിലല്ലോ, ഇപ്പൊ വായിക്കണം. അല്ല, യാത്ര വിവരണം ഇപ്പൊ എഴുതേണ്ടത്? അതെ അതെ, ഇപ്പൊ എഴുതണം. ക്ലാസ് കഴിഞ്ഞാൽ മുന്നായിട്ട് വായിക്കണം. നിങ്ങൾ എങ്ങോട്ടും നോക്കണ്ട, ഗൂഗിളിൽ നോക്കണ്ട, ഗൂഗിൾ ട്രാൻസ്ലേഷൻ നോക്കണ്ട, എങ്ങോട്ടും നോക്കണ്ട. നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതാം. പൊട്ടത്തിറങ്ങി പൊട്ടത്തരം എഴുതാം, ധൈര്യമായിട്ട് എഴുതാം. ഓക്കെ, അറിയാവുന്ന വൊക്കാബുലറി വെച്ച്, അറിയാവുന്ന ടെൻസ്. ഇപ്പൊ എഴുതണം, ഇവിടെ നിന്ന് എഴുതണം. നിങ്ങള് വീട്ടില് ഓക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് വിട്ടാൽ നിങ്ങൾ റെഫർ ചെയ്യും. ഇപ്പോഴും റെഫർ ചെയ്യാനുള്ള സമയമുണ്ട്, പക്ഷെ റെഫർ ചെയ്യരുതിട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എഴുതിയ കുറച്ചെങ്കിൽ കുറച്ചൊന്ന് എഴുതാം. ഓക്കെ, അറിയാവുന്ന ടെൻസിലോ അറിയാവുന്ന ഗ്രാമറില് മാത്രം എഴുതിയാൽ മതി. എല്ലാവരും മാം സ്കൂളിൽ പഠിച്ചപ്പോൾ പറ്റുമോ? ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും സ്കൂളിൽ പഠിച്ചൊന്നുമല്ല, ഇപ്പോഴത്തെ മതി. എഴുതിക്കോളൂ കേട്ടോ, എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം എല്ലാവരും. ഓക്കെ, വെയിറ്റ് ചെയ്യാണ്. ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ് കേട്ടോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ക്യാമറ ഓഫ് ചെയ്യാണ്. എഴുതി കഴിയുമ്പോ എന്നെ ഇൻഫോം ചെയ്യും. ഓക്കെ.
എഴുതി മിസ്സേ. ഓക്കെ, കഴിഞ്ഞു, കുറച്ചു നേരം കഴിഞ്ഞു. ഫസ്റ്റ് ദിറ്റി ആയിരുന്നു. ദിറ്റിയാണ് ആദ്യം ടെക്സ്റ്റ് ചെയ്തത്. Okay, ma'am. Trip to Peachy Dam. On 10th November 2025, I went to Peachy Dam with my family. We started our journey at 8 a.m. on a car. On the way, we saw mountains, hills, and elephants, streams, and rubber plantations. We are happy to enjoy in this beautiful occasion. We enjoyed the beauty of nature. The dam was full of water. We sailed in the Kuttavanji. We had some food and snacks. I am very happy in this day. My family members are very happy, especially children are very happy and enjoy the trip. The dam will be very beautiful and garden is so beautiful. We enjoyed the trip. We reached at home by 7 p.m. It was a wonderful experience in our life. Thank you, ma'am. Okay, ദിറ്റി. Then Shamsina. ഷംസീന, ഞാൻ കുറച്ച് എൻജോയ് മോൾക്ക് ചെറിയൊരിളക്കിയ കേട്ടില്ല. ഓക്കെ, then റീജു ആയിരിക്കും. മിസ്സേ, എനിക്ക് ഇംഗ്ലീഷ് അറിയാത്ത പൊട്ട തെറ്റായിരിക്കുക. എനിക്ക് തീരെ അറിയില്ല മിസ്സേ ഇംഗ്ലീഷ്. എന്നാലും എഴുതീനെ. വായിക്കും. മലയാളത്തിൽ വായിക്കാൻ പറ്റും. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആയിരുന്നു? 2023 October month. I go to Makkah, go to travel aeroplane. My happiness is I see the Makkah first time. My feeling unbelievable. I love Makkah. The go to the hotel. I eating to stay. Bath. Food. I go my room. Rest. Bathing. I sleep. 10 days I stay Makkah. 5 days Medina. Travel to the bus. Medina. I see Medina, the earth, beautiful place. 2 places of beautiful. I see Makkah and Medina. I am happy very well. Alhamdulillah. Thank you, Miss. ഓക്കെ, എഴുതിയല്ലോ. ഷംസീന വായിക്കും. മാം, കുറെ മിസ്റ്റേക്സ് ഉണ്ടാവേ. A few days before, I am going to Wayanad with my family. It was very memorable trip in my life. I am going to Wayanad many times, but that trip very enjoyable because a whole family together, so that moment is very unforgettable. We enjoying every moment together. First, we going to Banasura Dam. There have many peoples in different cultures in our family. They do not go anywhere. They are very exciting watching other people. And we go a boat trip. And finally, we go to Komachi Park. There have many adventure activities. Then we back to home. And I really proud myself because the whole family trip planning me. And I am very happy whole family supporting me to complete my plan. Thank you. Thank you. Okay. Then Midula. Okay, ma'am. Good afternoon, everyone. I am very happy to be here with you and my teacher. I would like to share my travel experience. I traveled to Malaysia with my family. It was a wonderful trip. Malaysia is a beautiful country. The peoples are friendly and helpful. There are many places to visit such as Kuala Lumpur, Twin Tower, beaches, rainforest. The weather is warm, but sometimes it rains. Public transport is easy to use, but we are already booked the agency. So the travel is very easy.
Especially Malaysia's food is entirely different from our culture. So we are not trying to experience the food culture. Overall, traveling in Malaysia is fun, relaxing, and memorable. Many travelers visit Malaysia to enjoy modern cities, natural beauty, traditional lifestyles. Thank you for listening. Thank you, ma'am. Okay, okay, Mithila. Then ini ആരാ? Divya. Recently, me and my family visited Palani temple and Adiyogi Shiva statue. We visited Palani for my son and niece Mottadikal purpose. It was very pleasant. It was very pleasant and something special experience for our family. We started our journey at 1 p.m. and we traveled by traveler. My father, mother, husband, father-in-law, mother-in-law, my full family, all are together, went to the temple. At 8 p.m. we reached Palani and first we went to the hair cutting area and full of two babies hair removed. Then bathed the babies. After that we hiked up the hill. It was very adventurous for me and my husband because carrying my child while hiking a hill, he is very naughty boy. After that, we successfully reached the top, and after that, we were waited for the darshanam. Almost 1 hour queue section. After that, we saw Lord Murugan. It gives a precious feel in my mind. After that, we walked down the hill. Then we went for some shopping. After that, we moved to our next destination, Adiyogi Shiva statue. At 3 p.m., we reached Adiyogi. The place was very calm and beautiful, really a nature glowing place, full of greenery, pleasant wind, full of positive vibe. We together take photos and enjoyed the moment. 7 p.m. a light show, it mind blowing moments, etc. Thank you. Yeah. Okay, okay, Divya. Any who's next? Nothing complete ആയിട്ടില്ല? ഞാൻ വായിക്കാം. ഞാൻ വായിക്കാം. ചെറിയൊരു അനുഭവം വരുന്നുണ്ട് എന്റെ. അത് ടൂറൊന്നും ഇങ്ങനെ പോകാറില്ല, അതുകൊണ്ടാണ് വായിക്കാം. I went to in wonderful tour in this year. That place is Kollangod. My family stay in this place, a small and beautiful heritage. I have spent in this heritage in 1 day. After eating good foods, I went to Sidarkund and sat down in the waterfalls and take photos. Then I will back to heritage. Then I have reached Nenmara Pet Park. അത് കഴിഞ്ഞ് പോയതാണ് കേട്ടോ പറയുന്നത്. We enjoy the pets and my family members. Then we have a back to home. That day is in very memorable moments in my life. Thank you, ma'am. Okay, okay, ശരി. പിന്നെ ഞാൻ പറയാം മാം. എനിക്ക് റീജ് പറഞ്ഞ പോലെ തങ്കമണി വായിക്കൂ. ഇംഗ്ലീഷൊന്നും അത്ര എനിക്കൊരു ഇതില്ല. എന്നാലും temple in Kasaragod with my family. That temple is so beautiful. Oh, റേഞ്ച് കുറവാന്ന് തോന്നുന്നു. അതെയാ? കാസർഗോഡ് ടെമ്പിള്, പിന്നെ ബ്യൂട്ടിഫുൾ ടെമ്പിള്. Temple name is Anandapuram. The temple located in the middle of Pound. It is so calmful place. In that found a vegetarian crocodile in living. It is very excited to everyone. My favorite temple. It's so beautiful place. Okay, ma'am. Thank you. Okay, തങ്കമണി. Then next ആരാ? ഞാൻ വായിക്കാം.
Few days ago, me and my family went to beach. We saw the national program in Oman. We saw the many boats and many people. We are enjoyed the evening in the beach. We are eat popcorn and ice cream. I enjoy the moment with family. We are returned in night. ഓക്കെ, മിസ്റ്റേക്സ് വായിക്കുന്നതുകൊണ്ടാണോ പതുക്കി വായിക്കുന്നത്? മിസ്റ്റേക്സ് ആയതുകൊണ്ടാണോ പതുക്കെ വായിക്കുന്നത്? അല്ല അല്ല, വയ്യ, പനിയാണ്. പനിയാണോ? ഓക്കെ ഓക്കെ. ഇനി ഞാനാ വായിക്കുന്നത്. Okay, I will read. Traveling to Goa. Traveling to Goa. Last vacation, and me and my family went to a trip to Goa with my family. It was one of my dream to visit Goa, because some of my friends who had already gone there told me that you should not spare to visit one of these tourist places. We spent almost 1 week in Goa. My husband already made a chart of each day, which all places we have to visit. We booked a hotel at Panaji, that is the capital of Goa. From TVM, Tirunelvelam, we traveled to Goa by Air India flight, and after a long time we traveled together. So it was fun and exciting. I was so excited to visit Goa. First day we visited a church. It is called White Church. But when we reached there, we were not allowed to enter the premises of church. So we took some snaps outside the church. After that, we visited many beaches. It was so clean and tidy, green and bluish water. So we enjoyed very well. For all through this week, 7 days, we visited many restaurants and tasted all type of food. Thus, we explored the Goan food. It was fun and enjoyed with the family. Okay, okay, Rishi. Then ഞാൻ വായിക്കാം മിസ്സേ. okay. ചെറിയ തെറ്റൊക്കെ ഉണ്ട് ട്ടാ. Last month, my family and I went to Parsnikadav temple. We are going to train. We stayed that day. Early morning, we bathed in temple pond and offered prayers at that temple. Temple pond and temple is very beautiful. This temple is near the pond. Muttappan is the god in this temple. Main special in the temple, dog can seen in this place. After that, Ambalam, Prasadam, eating and wandering all place and Snake Palace. It was very special trip, my and my family. Thank you. Okay, Rishda. ഇനി ആരാ വായിക്കുന്നേ? രേഷ്മ. രേഷ്മ ആർ. ഹലോ മാം, ഞാൻ വായിക്കാം. Yesterday, me and my family go to Trivandrum at Kottur Elephant Rehabilitation Center. We saw many elephants at there, and it was a very wonderful experience. And then we visit Neyar Dam, and we go to the dam top, boating, trekking, etc. It was a very adventurous trip and lovable moment for me. After the trip, we reached home by train. It was a remarkable day in my life. Thank you, ma'am. Okay, Rishma. Then Bismia. Okay, ma'am. Mistakes കാണുവേ. കുഴപ്പമില്ല, വായിക്കും. My dream travel to Dubai. In 2023, me and my first child traveled to Dubai, visit my husband and explore the country. This travel journey is my biggest dream in my life. So I am so excited and happy. The place influenced me very much because their rules, protection and safest place, and all peoples are very kindness and helping mentality.
Monday, we are visiting the famous Garden of Miracle Garden in Dubai. That place give a more positive vibe and memorable moment. Different varieties, flowers in different shape, and my child so love it place and enjoy every moment. Then we are explore the so many places in Dubai. Really amazing experience and unforgettable moment. Thank you, ma'am. Okay, Miss Mia. Then Noor Jahan. Noor Jahan plus Linda. No. Then Sharanya. എന്റെ കയ്യിലില്ല, കുറച്ചുകൂടി ഉണ്ട്. Okay. Yeah. Then Amina Nado. Amina. Yeah. Okay. അപ്പൊ ഇത്രയും പേര് വായിച്ചു. കുറെ പേര് ലെഫ്റ്റ് ചെയ്ത് പോയി. ഒരുപാട് പേര് ലെഫ്റ്റ് ചെയ്ത് പോയി. ഇത് ഞാൻ എഴുതാൻ പറഞ്ഞ എന്താണെന്ന് അറിയാം നമുക്ക്? ചുമ്മാ ഞാൻ പറഞ്ഞാണോ എഴുതാ? നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവാൻ. അതല്ല മിസ് ഇത്ര നാളും തന്ന ക്ലാസ്സിൽ തന്ന വാക്കുകളെല്ലാം നമ്മൾ എവിടെയെല്ലാം പ്രയോഗിച്ചു നോക്കാനല്ലേ മിസ്സേ? അതൊന്നുമല്ല. നിങ്ങൾക്ക് കുറച്ചും ഇമ്പ്രൂവ്മെന്റ്സ് വേണോ അല്ലെ? നിങ്ങള് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കോഴ്സിലല്ല, നിങ്ങൾ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷ് പഠിക്കണം അല്ലെ? ഇംഗ്ലീഷ് എത്രത്തോളം നിങ്ങൾ പഠിച്ചു എന്ന് അറിയണം നിങ്ങൾക്ക് അല്ലെ? അറിയണ്ടേ? നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? കുറച്ച് മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇത്ര നാളെ ഇംഗ്ലീഷ് പഠിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് അറിയണം. ഇപ്പോ ശരിക്കും നിങ്ങൾ ഇംഗ്ലീഷ് ഒന്നും പഠിച്ചിട്ടില്ല. കുറച്ച് വേർബ്സ് പറഞ്ഞു, കുറച്ച് പ്രോണൗൺ നോണിനെ കുറിച്ച് കുറച്ച് ക്ലാസ് തന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു സെന്റൻസ് എഴുതാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല ഇപ്പോ, കാരണം ഞാൻ അത്രയൊന്നും പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ടും നിങ്ങൾ ഇത്രയും എഴുതിയിട്ടുണ്ട് അല്ലെ? എഴുതിയതിൽ മിസ്റ്റേക്സ് ഇത് വായിക്കുമ്പോ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. എവിടേക്കോ ഇവിടേക്കോ ഒരു എന്തോ പകുതിയുണ്ട് അല്ലെ? ഇതൊക്കെ വായിക്കുമ്പോ തന്നെ അറിയാം നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്തി എന്നല്ല, പക്ഷെ അവിടെ മിസ്റ്റേക്സ് ഉണ്ട്. ഏതൊക്കെയാണ് എവിടേക്കാണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റുന്നില്ല. ശരിയല്ലേ? പക്ഷെ മിസ്റ്റേക്സ് ഉണ്ടെന്ന് അറിയാം, അത്രയേ ഉള്ളൂ. ഗ്രാമർ മിസ്റ്റേക്ക് കാണും. എന്തോ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും. ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. സിമ്പിൾ സെന്റൻസ് പോലെ അങ്ങനെ എഴുതിയതാണ്. സിമ്പിൾ ആണ്, എന്നാൽ പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ പെർഫെക്റ്റ് അല്ല. ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ട്. പ്രപ്പോസിഷൻസ് മിസ്റ്റേക്സ് ഉണ്ട്. പ്രപ്പോസിഷൻസ് നന്നായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാടുണ്ട്. എല്ലാവരും ഞാൻ പറയുന്നില്ല. അല്ല മാം, ടീച്ചേഴ്സ് ലെവലിൽ എത്തിയില്ല, ഇപ്പോഴും സ്റ്റുഡന്റ് ലെവലിൽ കിടക്കുക. ടീച്ചേഴ്സ് ലെവലിൽ എത്തിയില്ല, സ്റ്റുഡന്റ് ലെവലിലാണ് ഇപ്പോഴും ഞങ്ങളല്ലേ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ടീച്ചേഴ്സ് ലെവലിൽ സ്റ്റുഡൻസ് ലെവലിൽ ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും ചിന്തിക്കരുതേ. ഞാൻ അത്രയും കൂടി ഇല്ല. പക്ഷെ ദിവ്യ പോയോ? ദിവ്യയുടെ ഡയലോഗ് അടിപൊളിയായിരുന്നു. മുട്ടയടിക്കും, അത് കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു. ഓക്കെ, പക്ഷെ നിങ്ങൾ എഴുതിയല്ലോ, നിങ്ങൾ എഴുതി, അത് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് വായിച്ചു അല്ലെ? മിസ്റ്റേക്ക് ആണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ വായിച്ചല്ലോ. ഓക്കെ, ഇനി ഇത് നോട്ട്ബുക്കിൽ എടുത്ത് വെക്കാം, സൂക്ഷിച്ച് വെക്കാം. ഒരു ദിവസം നിങ്ങൾ ഇത് വായിച്ച് ചിരിക്കുന്ന ഒരു ദിവസം വരും. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ചിരിക്കാറായിട്ടില്ല. അത് വായിച്ചിട്ട് നിങ്ങൾക്ക് ചിരിക്കാൻ ഒരു മൂഡ് ഇപ്പൊ ഇല്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു ദിവസം നിങ്ങളത് വായിച്ചിട്ട് ഇരുന്ന് ചിരിക്കും. ഇപ്പൊ ഇത്രയും മിസ്റ്റേക്സ് ആണ് ഞാൻ എന്റെ ക്ലാസ്സിൽ വായിച്ച് മിസ് എന്ത് വിചാരിച്ചിട്ടുണ്ടാകും എന്ന് നിങ്ങൾ അന്ന് ചിന്തിക്കും. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ചു വെക്കുക കേട്ടോ. നമുക്ക് ഇതെല്ലാം ഇരിക്കട്ടെ. ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ കാര്യങ്ങൾ ഇതുപോലെ ആക്ടിവിറ്റീസ് തരും, നിങ്ങൾ എഴുതാം. ഒരു ദിവസം നിങ്ങൾ കറക്റ്റ് ചെയ്യും, കറക്റ്റ് ചെയ്യുന്ന ദിവസം വരും. ഓക്കെ, അതിന് വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾ കറക്റ്റ് ചെയ്യും, അത് ചെയ്തിരിക്കും, ഷുവർ ആണ്. ചുമ്മാ പറയുന്നല്ല, ഷുവർ ആണ്. നിങ്ങൾ അത് കറക്റ്റ് ചെയ്തിരിക്കും.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ഞാൻ ചെയ്തത്, നമ്മൾ എങ്ങനെ റിവ്യൂ ചെയ്യായിരുന്നു, എനിക്ക് എങ്ങനെ അത് എഴുതാമായിരുന്നു എന്നൊക്കെ നിങ്ങൾ അപ്പോ ചിന്തിക്കും, ഇതൊക്കെ ക്ലിയർ ആകും. ഓക്കെ, മനസ്സിലായോ? അതിനു വേണ്ടി എഴുതിച്ചതാണ്. നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്ന് അറിയണമല്ലോ. ഇനി അങ്ങോട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ആത്മാർത്ഥമായിട്ട് ജെന്യുവനായിട്ട് സിൻസിയർ ആയിട്ട് തന്നെ ഇംഗ്ലീഷിൽ അപ്രോച്ച് ചെയ്യാം. ഒരു ദിവസം നിങ്ങൾ സംസാരിക്കും എന്ന് ഞാൻ പറയില്ല, ഒരു ദിവസം നിങ്ങൾ കറക്റ്റ് ആയിട്ട് വിതൗട്ട് എനി മിസ്റ്റേക്സ് യു ക്യാൻ റീഡ് സെന്റൻസ് ഓർ ടു ഓർ മോർ സെന്റൻസ് യു ക്യാൻ റീഡ്, സോറി യു ക്യാൻ റൈറ്റ്. അത് ഞാൻ ഉറപ്പ് തരുന്നു കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് 1-2 സെന്റൻസ് എങ്കിലും കറക്റ്റ് ആയിട്ട് ഒരു ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അത് ഷുവർ ആണ്. അതുകൊണ്ട് ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, എല്ലാ ക്ലാസ്സിലും ജോയിൻ ചെയ്യുക, ഞാൻ പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇപ്പൊ ക്ലാസ്സിൽ അത്യാവശ്യം 30 above സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ആക്ടിവിറ്റി പറഞ്ഞേ പിന്നെ കുറെ പേര് ലീവ് ചെയ്തു, ആ ഭാഗം സ്റ്റുഡൻസ് ലീവ് ചെയ്തു, കാരണം അവർക്ക് താല്പര്യം ഉണ്ടാക്കില്ല. നമ്മളെ ഇത് ഗ്രൂപ്പ് തുടങ്ങിയ പാട് ഇംഗ്ലീഷ് ടോക്കിംഗ് ഉണ്ടായിരുന്നു ഗ്രൂപ്പില്. അപ്പൊ അന്നേരം ഇതേ അവസ്ഥ ഉണ്ടാവല്. സംസാരിക്കും കുറെ ആൾക്കാർ, നമ്മളെല്ലാം സംസാരിച്ചത് ഇതേ ട്യൂണിൽ വെച്ചിട്ടാ ഫുള്ള് പൊട്ടത്തെടുക്കും, എന്നാലും ഒരു കോൺഫിഡന്റ് കിട്ടുന്നുണ്ടായിരുന്നു സംസാരിക്കാൻ. ഓരോ ദിവസം കഴിയുന്നതോറും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഗ്രൂപ്പ് ഫുള്ള് ചത്ത പോലെയാ, ആരും മുന്നോട്ട് വരൂല. അതങ്ങനെയാണ് കേട്ടോ, എല്ലാരും അങ്ങനെയാണ്. പക്ഷെ അത് ഞാൻ പറയുന്നത് കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യണം. മടി വരും, ഇതിപ്പോ മടിയാണല്ലോ അവർക്കും. ഒരു ആക്ടിവിറ്റി പറയുമ്പോൾ അയ്യോ എന്തിനാണ് അവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക, ഗ്രൂപ്പിൽ എല്ലാവരോടും ആക്റ്റീവ് ആകാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. ആക്റ്റീവ് ആകൂ, നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത് കേട്ടോ. കുറെ നാൾ നമുക്കത് പഠിച്ചു വരും ഭയങ്കര മടിയായിരിക്കും. ഫസ്റ്റ് ആ കാണുന്ന ഒരു എന്താണ് ആ ഒരു എനർജി ഒന്നും പിന്നീട് കാണാറില്ല. എല്ലാ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ്, എല്ലാ ക്ലാസ്സും. പക്ഷെ ഞാൻ പറയുന്നത് ഓരോരുത്തരും നന്നായിട്ട് തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കാൻ നോക്കാം, ജെന്യുവനായിട്ട് പഠിക്കാൻ നോക്കാം. മടി പാടില്ല, മടി സ്വാഭാവികമായിട്ടും മടി വരും, പക്ഷെ മടി പാടില്ല. പിന്നെയും പുഷപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ആരെങ്കിലും ഒന്ന് എൻകറേജ് ചെയ്യാറുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാതെ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ നോക്കാം. ഇനി ലീവ് ചെയ്തവരോട് ഇതൊന്നും പറയാനില്ല, അറിയില്ല ഞാൻ എന്താ പറയാ. നമുക്ക് ആരെയും അങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലെ, ഫോഴ്സ് ചെയ്ത് പഠിപ്പിച്ചാലും അവർ പഠിക്കണമെന്നില്ല, പക്ഷെ അവർ ആഗ്രഹത്തോടു കൂടിയാണ് പഠിക്കേണ്ടത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മള് ഒരുപാട് ചീത്ത പോലെ തല്ലി പഠിപ്പിച്ചാൽ അവർ പഠിക്കണമെന്നില്ല. നമ്മൾക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി വെളിയിൽ ചുമ്മാ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കും, പക്ഷെ അവർ ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യം വേണം, നമുക്കത് പഠിക്കണം, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, കുറച്ച് ഇംഗ്ലീഷ് അറിയണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ആവശ്യത്തോടു കൂടി വന്നിരുന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, ആർക്കും ജോയിൻ ചെയ്യാം. ഇനിയിപ്പോ ക്ലാസ്സിൽ ഒരാളുണ്ടെങ്കിൽ പോലും ഞാൻ ക്ലാസ് എടുക്കും, കാരണം ആ വന്നിരിക്കുന്ന ഒരാള് അത്യാവശ്യക്കാരനാണ്, പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടിയാണ്. സോ അവർക്ക് വേണ്ടി വരെയും ഞാൻ ക്ലാസ് എടുക്കും. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല, അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഓരോരുത്തർ ഇഷ്ടമാണ്, ഓരോരുത്തർക്ക് ഓരോ ഫ്രീഡം ഉണ്ട്. പ്രസന്റ് ചെയ്യാൻ ഇഷ്ടമാണ് മാം, നല്ല ഫ്രീഡം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ ക്ലാസ്. ഇനി അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ഈ കാണുന്ന ഇപ്പൊ ചിലപ്പോൾ ബോറിംഗ് ആയിട്ടൊക്കെ തോന്നാം, പക്ഷെ ഇതെല്ലാം ബേസിക് ആണ്. ഇത് പഠിക്കാതെ ഇനി അങ്ങോട്ട് പോകാനേ പറ്റില്ല. ഈ മുന്നോട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും ഇത് പഠിക്കാതെ പോകാൻ പറ്റില്ല. ചിലപ്പോ ഇപ്പൊ ബോറിംഗ് ആയിട്ട് തോന്നിയാലും പിന്നീട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ജോയിൻ ചെയ്താല് ഇതറിയാതെ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയില്ല. ക്ലിയർ ആയോ? അതുകൊണ്ട് കണ്ടിന്യൂസ്ലി ജോയിൻ ചെയ്യാൻ നോക്കുക, ശ്രദ്ധിച്ചിരിക്കും. ഇനി അങ്ങോട്ട് ടെൻസ് പഠിക്കും, ഇതിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ടെൻസ്, പ്രപ്പോസിഷൻ ഇതൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുള്ളൂ. ഓക്കെ, കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാട്ടാ, അത്രയേ ഉള്ളൂ. സോ അത് ഭയങ്കര ചെയ്യാം. ഓക്കെ, സൈനോട്ട് പറയൂ കേട്ടോ. ഓക്കെ മാം, ഞാൻ പറയാം. Thank you for being a great teacher. I appreciate all your hard work in our online class, ma'am. I really enjoy learn about English. I found it really helpful when you explained it. Thank you, ma'am. Very thankful. നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്ന്. നമുക്ക്
അനുഭവത്തിലൂടെ അല്ലേ നമ്മൾ പഠിക്കുക പല കാര്യങ്ങളും. അപ്പൊ അതുപോലെ തെറ്റിയിട്ടാണെങ്കിലും അത് പഠിക്കണം അല്ലേ മാം? ആദ്യം തെറ്റും, പിന്നെ നമ്മൾ ശരിയാക്കി എടുക്കും. താങ്ക് യു മാം. ഇന്നത്തെ ക്ലാസ്സിന് ഇങ്ങനെ ഒരു നമുക്കൊരു ആക്ടിവിറ്റി തന്ന മാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക്സ് മാം. Okay, so thank you all. See you next class. Okay, bye. Thank you, miss. Bye. Thank you. Thank you, ma'am. Thank you, Okay, ma'am. thank you.